ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഇതേതാ പുതിയ കിച്ചണിന്. ഞാനിവിടെ അമ്മൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ ഞാൻ മുന്നത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇപ്പം ഓണ സീസൺ ആവാനായില്ലേ. അങ്ങനെ ഓണത്തിന് ഈ സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയാണല്ലേ. സദ്യ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ. പക്ഷേ അത് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇടങ്ങേറ് മനസ്സിലാവുക. കാരണം ഒരുപാട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും പിന്നെ തേങ്ങ അരയ്ക്കാനും അങ്ങനെ കുറേ പണിയുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ഡേയിലെ അധിക സമയം നമ്മൾ കിച്ചണിൽ തന്നെ ആവും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതിപ്പം ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ, പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ കുറേ സമയം ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു സെലിബ്രേഷൻസ് ഒന്നും നമുക്ക് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റലുണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓണത്തിൻ്റെ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അടിപൊളിയായിട്ടുള്ള സാധനം വാങ്ങിക്കണമെന്ന്. പ്രത്യേകിച്ച് കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനും പിന്നെ അരയ്ക്കാനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓണത്തിൻ്റെ ഓഫേഴ്സും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ പ്രസ്റ്റീജിൻ്റെ എൻഡ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. അത് ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിന് നല്ല ഓഫർ കണ്ടു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള പ്രസ്റ്റീജിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറിലേക്കാണ് പോണത്. ഞാൻ ഉമ്മനെയും കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിതാ സ്റ്റോറിലെത്തി. ലൊക്കേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പ്രസ്റ്റീജിൽ നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഇവിടെ നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു തീമിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് പ്രൊഡക്ട്സിനാണ് ഉള്ളത്. അതെല്ലാം ഇവർ ഫ്രണ്ടിൽ തന്നെ പോസ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറി വന്നപ്പോൾ ഈ ഒരു സ്റ്റവും പിന്നെ ഒരു കുക്കറും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു സെറ്റ് കണ്ടു. അതായത് സ്റ്റവ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കുക്കറും ഈ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് 3 പീസ് വരുന്നൊരു സെറ്റാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനതൊക്കെ ഒന്നിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സ്വച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റവ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അതാണ് കേട്ടോ ഫസ്റ്റിൽ തന്നെ കണ്ടത്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഐറ്റം. അതിൻ്റെ കൂടെ സാൻഡ്വിച്ച് മേക്കറും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വേറെയും കുറേ ഫുഡ് പ്രോസസ്സറും മിക്സർ ഗ്രൈൻഡറും ഒക്കെ ഉണ്ടേനി കേട്ടോ. അതൊക്കെ ഒന്നിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിന് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ എടുത്തു നോക്കി. ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ കുറേ സമയം വെച്ചിട്ട് പറഞ്ഞു തരാനും ഓര് റെഡിയാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡെമോ വേണമെങ്കിലും ഇവർ കാണിച്ചു തരും കേട്ടോ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെമോ വേണമെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതും ഇവർ കാണിച്ചു തരും. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാൻഡ്വിച്ച് മേക്കർ. പിന്നെ നല്ല നല്ല കടായികളും നോൺ സ്റ്റിക്കിൻ്റെ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാനെല്ലാം നോക്കിയിട്ടുണ്ടേനി. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഓണത്തിൻ്റെ ഇതായതുകൊണ്ട്, ഓണത്തിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരെല്ലാം വരുന്നുണ്ടേനി. അപ്പം എന്താ പറയുക, ഇങ്ങനെ ചില പാത്രങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഓഫർ കൊടുക്കുന്നുണ്ട്. കെറ്റിൽ അതുപോലത്തെ ഒരു കടായി അങ്ങനത്തേതിനൊക്കെ 599 ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലൊക്കെ എല്ലാതും ഒന്ന് എടുത്ത് നോക്കുന്നത് എൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ. ഞാനിങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കും, ഓഫറുള്ളതും ഇല്ലാത്തതും ഒക്കെ നോക്കും കേട്ടോ. അങ്ങനെ ഇവിടെ എയർ ഫ്രയറും പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം ഓഫറിൽ കണ്ടു. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, സ്റ്റീലിൻ്റെ ടൈപ്പുണ്ട്, പിന്നെ ഈ ഗ്ലാസ് ടോപ്പ് വരുന്നതും ഉണ്ട്, ഒറ്റ ബേണറായിട്ട് വരുന്നതുണ്ട് കേട്ടോ. അത് ഞാൻ വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ ഇൻഡക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ഈ കെറ്റിലിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അയൺ ബോക്സുകളുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഓഫേഴ്സ് ഉള്ളത് ഇവരിങ്ങനെ പ്രത്യേകം ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനും സുഖമാണ്. പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു
ഇത് കണ്ടാൽ തന്നെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള കസ്റ്റമേഴ്സേനു ഇവർ. അപ്പോൾ അവർ ഒരു സെറ്റ്, അതായത് ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അങ്ങനെ അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഓരത് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതേനു. പിന്നെ എന്താ പറയുക, ഇവിടെ നോക്കിയാൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും കിട്ടാനുണ്ട്. എവറിത്തിങ് അണ്ടർ വൺ റൂഫ് തന്നെ പറയാം. അതേപോലെ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിച്ചൺ അപ്ലയൻസസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. പിന്നെ 2 വർഷം മുന്നേ ഞാൻ പ്രസ്റ്റീജിൻ്റെ ഒരു പാൻ വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതിലാണെങ്കിൽ ഈ പത്തിരിയും ചപ്പാത്തിയും ദോശയും എല്ലാം ഉണ്ടാക്കലുണ്ട്. ചിലർ പറയുമല്ലോ, നമ്മൾ ദോശ ചുടുന്ന പാത്രത്തിൽ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ദോശ കിട്ടൂല എന്നൊക്കെ. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഒരു പാന് അത് നോക്കാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു പാന് നോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ 2000 സംതിങ്ങിൻ്റെതാണ്. പക്ഷേ ഓഫറിൽ നമുക്ക് 1600 ആ ഒരു റേറ്റിനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഞാനിങ്ങനെ നടന്ന് നോക്കുന്നുണ്ട്, അപ്പം ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എനിക്ക് ഈ സ്വച്ച് സ്റ്റവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. പിന്നെ ഞാൻ ഇത് നോക്കുന്നുണ്ടപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ളതെല്ലാം പറഞ്ഞു തരാണ് കേട്ടോ. ഇതിലിങ്ങനെ നമുക്ക് 3 ജാറാണ് വരുന്നത്. പിന്നെ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ സംഭവം വരുന്നുണ്ട്. ആ ഫുഡ് പ്രോസസ്സറിൻ്റെ അതിൽ നമുക്ക് ബ്ലേഡ്സ് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രേറ്റ് ചെയ്യാനുള്ളതും ഇപ്പം ഫ്രൈസ് ആക്കാനുള്ളത് കട്ട് ചെയ്യാനുണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ചെയ്യാനുള്ളതും അങ്ങനെ കുറേ ബ്ലേഡ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റും. പിന്നെ ജ്യൂസ് ഇങ്ങനെ പൾപ്പായിട്ട് ജ്യൂസ് എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കുഞ്ഞ് ജാറാണ് കേട്ടോ അത്. ഇത് നമുക്ക് ഈ പൊടികളെല്ലാം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാല പൊടികളാക്കുമല്ലോ, അതിന് പറ്റിയിട്ടുള്ളൊരു കുഞ്ഞ് ജാറാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായി, ഭയങ്കര യൂസ്ഫുൾ ആവും അതെന്തായാലും. പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതും ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അത് നമുക്ക് എല്ലാ എന്താ പറയുക എവറിഡേ യൂസിന് പറ്റുന്ന ടൈപ്പ് സാധനമാണ്. ഭയങ്കര വലുതൊന്നുമല്ല, അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മളത് ബില്ലാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാനിനി വേറെ എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ തിരഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കുക്കറിൻ്റെ സെറ്റ് കണ്ടത്. അതും കുറച്ച് കടായികളും എല്ലാം കൂടെ ഒരു ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഇപ്പം ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അത് പ്രസ്റ്റീജിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. അവരുടെ ഒരു AR ഫിൽറ്റർ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പ്രസ്റ്റീജിൻ്റെ സ്റ്റോറിൽ വരണം. എന്നിട്ട് ഇവരുടെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. അതിൽ പ്രസ്റ്റീജിൻ്റെ ലോഗോ വരണം കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ആ സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പ്രസ്റ്റീജിനെ ടാഗ് ചെയ്തിട്ട് സ്റ്റോറി അപ്ലോഡ് ചെയ്യുക. അങ്ങനെ മോസ്റ്റ് എൻഗേജിങ് പോസ്റ്റ് ഇട്ടിട്ടുള്ള 3 പേർക്ക് പ്രസ്റ്റീജിൽ നിന്നുള്ള ഒരു ഹാമ്പർ ഗിഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ബില്ല് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടുത്തെ പേയ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ അറിഞ്ഞത്. ഇവിടെ നമുക്കിങ്ങനെ UPI വഴിയും പിന്നെ ക്യാഷായിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം. മാത്രമല്ല EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിൽ ബജാജിൻ്റെതും ആമസോൺ പേൻ്റെതും അങ്ങനെ കുറച്ച് കമ്പനീസിൻ്റെ ഒക്കെ EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ എന്താ പറയുക എത്രയാണ് പേ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പ്രോബ്ലം ഇതോടെ സോൾവ് ആയി എന്നാണ് വിചാരിക്കണേ. നിങ്ങൾ കോൺടെസ്റ്റ് മറക്കണ്ട കേട്ടോ, നല്ല പ്രൈസസാണ് കിട്ടാൻ പോണത്. പിന്നെ ഓണം ഓഫേഴ്സ് മിസ്സാക്കണ്ട, വേഗം തന്നെ അടുത്തുള്ള പ്രസ്റ്റീജിൻ്റെ ഷോറൂമിലേക്ക് പോയി നോക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്